ഹലോ ഗൈസ്, അപ്പോൾ ഇത് ആറ്റുകാൽ പൊങ്കാല ദിവസം ഉള്ള ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കല്യാണിലെ തീസ്ഗാവിലെ ജെറിമറി മന്ദിറിലായിരുന്നു നമ്മൾ പൊങ്കാല ദേവിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏകദേശം 15 കൊല്ലത്തോളമായി ഇവിടെ പൊങ്കാല 5 കൊല്ലമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഏകദേശം ഞാൻ വിചാരിക്കുന്നു 15 കൊല്ലത്തോളമായിട്ട് പൊങ്കാല ഇവിടെ ഇടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാലക്കാടാണെങ്കിൽ ശരി, എൻ്റെ കുട്ടിക്കാലത്തും കോളേജ് ടൈമിലൊന്നും ഞാനിങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. നമ്മുടെ അവിടെ ഇല്ലല്ലോ അങ്ങനെ. ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ മാത്രമല്ല എല്ലാവിടെയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കല്യാണിൽ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. ഏകദേശം ഇപ്രാവശ്യം ഒരു 500-നടുത്ത ആളുകൾ നമ്മുടെ കല്യാണിൽ നമ്മുടെ ജെറിമറി മന്ദിറിൽ പൊങ്കാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ദേവിക്ക് നമ്മളിപ്പോൾ എവിടെ ഇരുന്നാലും പൊങ്കാല സമർപ്പിക്കുമ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. നമുക്കൊരു കിട്ടിയൊരു മഹാഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മൺചട്ടിയിൽ ഞാൻ ചന്ദനം പുരട്ടി വെക്കുകയാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പൂമാല കെട്ടി, അതുപോലെ തന്നെ നമുക്ക് ഈ അടുപ്പും അതുപോലെ മൺകലവും നമുക്ക് അരി, ശർക്കര, മുന്തിരി, കൽക്കണ്ടം എല്ലാവരും നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നമുക്ക് 600 റുപ്പീസ് ആയിരുന്നു കൂപ്പൺ ഒരാൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം നമുക്ക് അതിൽ തരും. എക്സ്ട്രാ നമുക്ക് തേങ്ങയോ അതുപോലെ തന്നെ നെയ്യോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ, ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കണ്ടു ഇഷ്ടം പോലെ മലയാളികളുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പൊങ്കാല ഇടുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. നമുക്കറിയാം ദുബായിൽ പൊങ്കാല ഇടുന്നുണ്ട്, ഇംഗ്ലണ്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ന്യൂസിലൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അത് കിട്ടുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഇത് കണക്കാക്കിയത്. നമ്മൾ അത്രയും തിളച്ച് പൊന്തുന്ന ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ നല്ല വെയിലുള്ള പ്ലേസ് ആയിട്ട് പോലും നമ്മൾ അതൊക്കെ മറന്ന് ദേവിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയല്ലേ നമ്മൾ പൊങ്കാല അല്ലേ. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊങ്കാല ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ പൊങ്കാല അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പൊങ്കാലയുടെ വിശേഷങ്ങൾ. എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മൊബൈലൊക്കെ നല്ല ചൂടായിട്ട് പഴുത്തിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ക്വാരിയായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള ഗൈസ്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.